ഇന്നിപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിയൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിന്നറായിട്ട് ഈ ചപ്പാത്തി വെച്ച് തന്നെ ഒരു ഡിഷ് ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിലേക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാനിതിൽ ഒരു 5 ചപ്പാത്തി എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസുള്ള ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗി ക്യൂബാണ്. അത് ഓപ്ഷണലാണ്, അത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ മാഗി ക്യൂബ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പിന്നെ ഉപ്പ് ചേർക്കരുത് കേട്ടോ. അതിനകത്ത് തന്നെ ഉപ്പുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനൊരു മീഡിയം സൈസ് തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂണ് ചിക്കൻ മസാലയാണ്. നിങ്ങൾക്ക് ഗരം മസാലയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതും ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി കേട്ടോ. അത് നന്നായി വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ഈ മുട്ട ചേർക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട്. അതിന് ശേഷം മുട്ട ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാലയും മുട്ടയും കൂടി നന്നായി മിക്സ് ചെയ്തൊന്ന് ചിക്കി എടുക്കാം. മുട്ടയ്ക്കൊന്ന് വേവുന്ന വരെ നന്നായി ഒന്ന് ചിക്കി ഉടച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചപ്പാത്തി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 5 ചപ്പാത്തി ഒരു 2 പേർക്കൊക്കെ നന്നായി കഴിക്കാനുള്ളത് ഉണ്ടാവും. 2 പേർക്കുള്ള ഡിന്നറിനുള്ള ഫുഡ് ആവശ്യത്തിനുള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചപ്പാത്തി എടുക്കുക. അതുപോലെ മുട്ടയുടെ എണ്ണം നിങ്ങളെടുക്കുക ചപ്പാത്തിയുടെ അളവിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇത് വളരെ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക്